ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 12 വീല് BharatBenzൻ്റെ സൈഡ് ഗ്രാഫിക്സ് ഇൻസ്റ്റലേഷൻ ആണ്. ഈ വീഡിയോയിൽ നമ്മുടെ ഗ്രാഫിക്സിൻ്റെ ഫുൾ കിറ്റ് വണ്ടിയിൽ ഒട്ടിക്കണം എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡിസൈനിങ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഡിസൈനിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ട് അധികം ഡിസൈനിങ്ങിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് വന്നിരിക്കുന്ന വണ്ടി നിലവിൽ ഈ കണ്ടീഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് പഴയ മോഡലിൽ കുറച്ച് സ്റ്റിക്കറുകളും ഡെക്കൽസൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ഗ്രാഫിക്സ് സെറ്റ് ചെയ്യാൻ. മൊത്തത്തിൽ ഈ വണ്ടിയുടെ വർക്ക് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതിൻ്റെ ഗമ്മ് റിമൂവ് ചെയ്യണത്. ഒത്തിരി സമയം പോണതും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു പണിയാണ് ഇതിൻ്റെ ഗമ്മ് റിമൂവ് ചെയ്ത് കളയാന്നുള്ളത്. ഗമ്മ് ഫുള്ളായിട്ട് ഒഴിവാക്കിയതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ചിട്ട് 1-2 തവണ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഗ്രാഫിക്സിൻ്റെ ബേസ് കളർ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നു. ഇത് 4 പീസായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബേസ് കളർ ബ്ലാക്കാണ്. ഓരോ പീസും ഓർഡർ അനുസരിച്ച് ഷാമ്പു അടിച്ച് അലൈൻ ചെയ്ത് വെച്ചേക്കാണ് നിലവിൽ. അതുപോലെ എല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം മാത്രം വെള്ളം സ്ക്യൂസ് ചെയ്ത് കളയാൻ പാടുള്ളൂ. ശേഷം ഡിസൈൻ്റെ കട്ടിങ് അനുസരിച്ച് എക്സസ് വരുന്ന ബ്ലാക്ക് വിനയിൽ ഫുള്ള് പൊളിച്ച് കളയുക. അതുപോലെ തന്നെ വണ്ടിയുടെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്യുക. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എത്ര നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും അതിനൊരു പെർഫെക്ഷൻ തോന്നിക്കും ആ വർക്കിന്. അപ്പോൾ കട്ടിങ് അങ്ങോട്ട് കരകുരാന്നൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭംഗി തോന്നിക്കില്ല. അപ്പോൾ വണ്ടിയുടെ ഷേപ്പ് അനുസരിച്ച്, ബോഡി ഷേപ്പ് എങ്ങനെ പോകുന്നത് അതിനോട് ഷേപ്പ് അനുസരിച്ച് തന്നെ നമ്മൾ ഒഴുകി വേണം കട്ട് ചെയ്യാൻ. നമ്മുടെ ബ്ലാക്ക് ബേസിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. രണ്ട് സൈഡും ബേസ് ലെയറാണ് കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട്. ബേസ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നാളെ രാവിലത്തേക്കാണ് ബാക്കി വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റാലിക് ബ്ലൂ ആണ്. ഈ കാണുന്നതാണ് മെറ്റാലിക് ബ്ലൂ. ഇതിന് അത്യാവശ്യം ഗ്ലിറ്ററിങ്ങും അതുപോലെ തന്നെ ഷൈനിങ്ങും കൂടുതലായിരിക്കും നോർമൽ സ്റ്റിക്കറിനെ അപേക്ഷിച്ചിട്ട്. പ്രൈസും അതിനകത്ത് കൂടുതലായിരിക്കും. നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്ത് വെച്ച ബ്ലാക്ക് ലെയറിൻ്റെ മുകളിലാണ് ഈ ബ്ലൂ വരുന്നത്.
അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ സെക്കൻഡറി കളറായിട്ട് സിൽവറും കൊടുക്കുന്നുണ്ട് നമ്മൾ. ടോപ്പിലായിട്ടൊരു മെഴ്സിഡീസിൻ്റെ ലോഗോവും കൊടുക്കുന്നുണ്ട്. ഡോറിലും ഗ്ലാസ്സിലും ഒരുപോലെ വരുന്ന രീതിയിലാണ് അത് കൊടുക്കുന്നത്. ഗ്രാഫിക്സ് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ വിൻഷീൽഡ് നെയിമും അങ്ങനെ കുറച്ച് സ്റ്റിക്കറുകളും കൂടി ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വർക്ക് ഒരുവിധം തീരും. വിൻഷീൽഡ് നെയിം ബ്ലാക്ക് മാറ്റിലാണ് കൊടുക്കുന്നത്. വൈറ്റ്, സിൽവർ, ബ്ലാക്ക്, റെഡ് അങ്ങനെ 4 ലെയറിലാണ് നമ്മൾ നെയിം കൊടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ വണ്ടികളുടെയും ഗ്രാഫിക്സ് കിറ്റ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രാഫിക്സ് അയച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്യാത്ത ഏതെങ്കിലും പുതിയ വർക്കുകൾ യുണീക്കായിട്ട് ഏതെങ്കിലും വണ്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാവുന്നതാണ്.